അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. അടിപൊളി സ്കൂൾ ഗ്രാഫ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ്റ്റ് മെമ്മോ പാഡാണ്. മെമ്മോ പാഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മറന്നു പോവാതിരിക്കാനും വേണ്ടി നോട്ട് പാഡ് പോലെ എഴുതാറില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് മെമ്മോ പാഡ്. ഞാനിപ്പോൾ ഇവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു A4 ഷീറ്റിൽ നിന്ന് തന്നെ 8 പേജസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയുള്ള മെമ്മോ പാഡ് കിട്ടും. ഞാനിവിടെ 2 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 2 A4 ഷീറ്റിൽ 2 ഡിസൈൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ A4 ഷീറ്റ് എന്തിനാണ് ഇങ്ങനെ മടക്കണതെന്ന് വെച്ചാൽ എല്ലാ പേപ്പറും ഒരേ സൈസ് വേണമല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് അത് വരച്ച് കട്ട് ചെയ്യുന്നതിന് പകരം A4 ഷീറ്റ് ഇതുപോലെ മടക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ അടയാളങ്ങൾ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമൊക്കെ എത്രത്തോളം കേട്ടാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ഇതുപോലെ ഡിസൈനാണ് കൊടുത്തത്. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആദ്യം ഉണ്ടാക്കിയ ഡിസൈൻ പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണല്ലോ. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ മെമ്മോ പാഡ് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോലെ ആയിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ A4 ഷീറ്റിൽ ഇതുപോലത്തെ ഡിസൈനാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 A4 ഷീറ്റിലും ഇതുപോലെ 2 ഡിസൈൻസാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ അതെല്ലാം ഒന്നാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ചെടുക്കുക. പിന്നെ അതൊന്ന് കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വെച്ചാൽ നമ്മളെ മെമ്മോ പാഡ് സെറ്റായി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി 8 പേജസേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം 2-3 A4 ഷീറ്റ് എടുത്താൽ കുറേ പേജുള്ള കുറച്ച് കട്ടിയുള്ള മെമ്മോ പാഡ് ഉണ്ടാക്കാം. ഇതിൻ്റെ പേജ് അങ്ങനെ പറഞ്ഞു പോരൊന്നുമില്ല. നമുക്കതിൻ്റെ പേജ് പറിക്കണം എന്ന് കരുതിക്കാണ്ട് വലിച്ച് പറിച്ചാൽ മാത്രമേ അതിൻ്റെ പേജ് പോരുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയൊക്കെ ആ A4 ഷീറ്റ് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം 16 പേജസ് ഉണ്ടാവും. പിന്നെ അതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിലൊന്ന് ഫെവിക്കോൾ തേച്ചിട്ട് എന്നിട്ട് പിന്നെ ആ പേപ്പറിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പേജസൊക്കെ റെഡിയായി. ഇനി അതിനൊരു ചട്ട വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു പഴയ ബുക്കിൻ്റെ ചട്ട ഞാൻ എടുത്തിട്ട് ആ പേജിൻ്റെ സൈസ് അനുസരിച്ച് 2 പീസും പിന്നെ ചെറിയൊരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഒന്നാക്കണമല്ലോ. അപ്പോൾ അത് പൊതിയണ മാതിരി ഒരു പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആ വെട്ടിയെടുത്ത 3 പീസും ആ പേപ്പറിന്മേൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ആ 3 പീസും ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. പിന്നെ നമ്മൾ സാധാരണ ബുക്ക് പൊതിയണ മാതിരി പൊതിയാണ് വേണ്ടത്. ഇത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചട്ട റെഡിയായി. ഇനി പിന്നെ അതിൻ്റെ നടുവിലുള്ള ആ ചെറിയ പീസുമ്മൽ ഫെവിക്കോൾ ആക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേജസ് ഒന്നും അതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് ഭംഗി കൂട്ടാനും വേണ്ടി അതുമ്പോൾ ചെറിയ ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്തെടുക്കണ്ടേ. ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു പീസും ബാക്കിലൊരു പീസും വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും. ബാക്കത്തെ ആ പീസ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അതോടെ നോട്ട്ബുക്ക് സെറ്റായി. ഇനി അടുത്തതായിട്ട് ഒരു അടിപൊളി സ്റ്റിക്കി നോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് കളർ പേപ്പേഴ്സ് വേണം. ഈ 3 കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് അതിനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് പിന്നെ അതൊന്ന് നിവർത്തിയിട്ട് അതിൻ്റെ സെൻറ്ററും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ പേപ്പറിൻ്റെയും ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ പേപ്പർ കിട്ടും. അങ്ങനെ ഞാൻ അതിൽ വേറൊരു പേപ്പറും കൂടി അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് സെല്ലോ ടേപ്പാണ് വേണ്ടത്.
സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ ഓരോ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് കൊടുക്കുക. അങ്ങനെ എല്ലാ പേപ്പറും ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് പറിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് പോയ കുറച്ച് സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതോടെ സ്റ്റിക്കി നോട്ട് റെഡിയായി. ഇനി അത് ഒട്ടുണ്ടോയെന്നൊന്ന് നോക്കണമല്ലോ. അതിന് വേണ്ടി ഞാനൊരു നോട്ട് എടുത്തിട്ട് അതിൽ പറിച്ചെടുത്തിട്ട് അതൊന്ന് നോട്ടിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒട്ടുന്നുണ്ട് അത്. എനിക്കെന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ 3 ഗ്രാഫ്റ്റും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന 3 ഗ്രാഫ്റ്റാണ് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.